പിശാചിനെ കുറിച്ച് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവൻ നുണയനാണ്, നുണയുടെ അപ്പനാണ് എന്ന് പറഞ്ഞാൽ അവൻ നുണകളെ ജനിപ്പിക്കും, കള്ളത്തരം പറയും, കുടുംബാംഗങ്ങളെ തമ്മിൽ തെറ്റിക്കും, നുണ പറഞ്ഞ് ഓഫീസ് അന്തരീക്ഷം വഷളാക്കും, അയൽക്കാരെ തമ്മിൽ സഭക്കാരെ തമ്മിൽ ഇടിവെപ്പിക്കും നുണ പറഞ്ഞിട്ട്. പക്ഷെ ഏറ്റവും വലിയ നുണ ഇതൊന്നുമല്ല. സ്നേഹം തന്നെയായ നിങ്ങളെ നിങ്ങളുടെ അപ്പനേക്കാൾ അമ്മയേക്കാൾ സ്നേഹിക്കുകയും വാത്സല്യം കാണിക്കുകയും ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് നുണ പറയും. നിനക്ക് ഈ കഷ്ടം വന്നത്, നിനക്ക് ഈ ബുദ്ധിമുട്ട് വന്നത്, നിന്നെ താഴ്ത്തിയത്, നിനക്ക് പരാജയം വന്നത് ദൈവമാണെന്ന് അവൻ പറയും. ആദാമിനെയും ഹവ്വയെയും ദൈവത്തിൽ നിന്ന് അകറ്റി. നമ്മളത് വായിച്ചറിയാം, നുണ പറഞ്ഞകറ്റിയത്. ദൈവം അവരുടെ പക്ഷത്തായിരുന്നു, പക്ഷെ ഇവ നുണ പറഞ്ഞു. ഏറ്റവും വലിയ നുണ അത് തന്നെയാണ്, ദൈവം നിങ്ങളുടെ പക്ഷത്തല്ലെന്ന് പറയും. പക്ഷെ വചനം നോക്കിക്കേ, ദൈവം മനുഷ്യൻ്റെ കൂടെയാണ്, അവൻ വീണവൻ്റെ കൂടെയാണ്. വീണുപോയ മനുഷ്യന് വേണ്ടി സ്വന്തം പുത്രനെ തന്ന സ്നേഹമാണത്. പാതാളത്തിൻ്റെ അടിത്തട്ടിലാണോ നിങ്ങൾ? ധൈര്യമായിരിക്കുക, ദൈവം നിങ്ങളെ ഉദ്ധരിക്കും. സാത്താനെ കേൾക്കണ്ട, വചനം കേൾക്ക്.